ശ്രേഷ്ഠരെ കൂടി വച്ചിരിക്കുന്ന വിശ്വാസികളെ നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹമാണ്. ഇന്ന് വിലാസപൂർ മാർഗമായിട്ടുള്ള 56-ാം ഇടവദിനം ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇടവകയുടെ രൂപീകരണത്തിനും നിർമ്മാണത്തിനും വേണ്ടി പരിശ്രമിച്ച പൂർവികരെയും മാതാപിതാക്കളെയും അതിന് നേതൃത്വം നൽകിയ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും സ്മരിച്ചുകൊണ്ട് ഈ ഇടവക റിപ്പോർട്ട് വായിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിലാസപൂർ മാർഗമ ഇടവകയുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് ഒരു അവലോകനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ മൃതം യഹോവയെ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ ബന്ധപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. സങ്കീർത്തനം 34-1 മുതൽ 3 വരെ. നീ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്ന ദൈവകൽപ്പനയുടെ ഭാഗമായി ഛത്തീസ്ഗഡ് എന്ന പ്രദേശത്ത് ബിലാസ്പൂർ എന്ന സ്ഥലത്ത് ദൈവം ഒരുക്കിയ സാക്ഷ്യമാണ് ബിലാസ്പൂർ മാർത്തോമ ഇടവക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബിലാസ്പൂർ എത്തിയ ക്രിസ്തീയ വിശ്വാസികൾ ഒരു ഏകീകൃത കൂട്ടായ്മയുടെ അഭാവത്തിൽ വിശ്വാസികൾ പല ഭവനങ്ങളിലായി ആത്മീയ കൂട്ടായ്മകൾ നടത്തിപ്പോന്നു. ആദ്യ സമയങ്ങളിൽ മാർത്തോമ ഓർത്തഡോക്സ് വിശ്വാസികൾ ഒത്തുചേർന്ന് ഒരു കോൺഗ്രിഗേഷനായി ആരാധന ക്രമീകരിച്ചു. തുടക്കത്തിൽ ആരാധന റോമൻ കാത്തലിക് ചർച്ചിൽ നടത്തി വന്നു. സിഹോറ ആശ്രമത്തിൽ നിന്നും റായ്പൂർ ഗ്രായി ഇടവകയിൽ നിന്നും പട്ടക്കാർ വന്ന് അതിന് നേതൃത്വം നൽകി. അംഗങ്ങൾ വർദ്ധിച്ചതോടുകൂടി 1969 ബിലാസ്പൂർ മാർത്തോമ ഇടവക രൂപീകരിച്ചു. അങ്ങനെ മാസത്തിൽ ഒരു ആരാധന നടത്തിക്കൊണ്ടിരുന്നു. മറ്റ് ഞായറാഴ്ചകളിൽ വർഷാരാധന ശുശ്രൂഷയും നടത്തിപ്പോന്നു. ബിലാസ്പൂർ മാർത്തോമ ഇടവകയുടെ ആദ്യ വികാരിയായി റവറൻഡ് ജിയോ ജോസഫ് അച്ഛൻ ശുശ്രൂഷ അനുഷ്ഠിച്ചു. ആരാധനയ്ക്കായി ആരാധനാലയം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ റോമൻ കാത്തലിക് ചർച്ച്, CNI മിഷൻ ചാപ്പൽ, സെന്റ് അഗസ്റ്റിൻ ചർച്ച് എന്നിവിടങ്ങളിൽ വെച്ച് ആരാധന നടത്തി വന്നു. ഇടവക അഭിമുഖീകരിക്കേണ്ടി വന്ന അസൗകര്യങ്ങൾ മൂലം സ്വന്തമായി ആരാധനാലയം ഉണ്ടാക്കുന്നതിന് ആലോചനകൾ നടത്തി. അതിന്റെ ഭാഗമായി ഇടവക ജനങ്ങളുടെ സഹകരണത്താൽ ബിലാസ്പൂർ മാർത്തോമ പള്ളിയുടെ നിർമ്മാണത്തിനായി നെഹ്റു നഗറിൽ ഒരു പ്ലോട്ട് വാങ്ങുകയും 1986 മെയ് 11 ബഹുമാനപ്പെട്ട MP മാത്യു അച്ഛൻ ആരാധനാലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു. അന്ന് ഇടവകയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് KK ഗ്രിഗോസ് അച്ഛനായിരുന്നു. 1986 അഗസ്റ്റ് മുതൽ ബിലാസ്പൂർ ഹെഡ്ക്വാർട്ടറായി ബിലാസ്പൂർ പൂർവ്വ ഇടവകയ്ക്കായി ഒരു പട്ടക്കാരനെ നിയമിക്കുകയും മാസത്തിൽ 2 ശുശ്രൂഷകൾ പട്ടക്കാരുടെ നേതൃത്വത്തിൽ സാധിക്കുകയും ചെയ്തു. ബിലാസ്പൂർ ഹെഡ്ക്വാർട്ടറായി റവറൻഡ് KK വർഗീയച്ചൻ നിയമിതനായി. 1990 ഫെബ്രുവരി മാസത്തിൽ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും അഗസ്റ്റ് മാസത്തിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. 1990 ഒക്ടോബർ 11 മുംബൈ ഡൽഹി ഡയോസിസ് എപ്പിസ്കോപ്പ റൈറ്റ് റവറൻഡ് ഗീവർഗീസ് അഥേസിയോസ് ഉദാശ നടത്തുകയും ചെയ്തു. ഇടവകയുടെ പ്രവർത്തനങ്ങൾ. ഇടവക മിഷൻ പ്രയർ ഇടവകയുടെ മിഷൻ പ്രയർ കൺവീനറായി മിസ്റ്റർ ജിനിത് വർഗീസ് സേവനം അനുഷ്ഠിക്കുന്നു. മാസത്തിൽ ഒരു ഞായറാഴ്ച ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥന നടത്തിപ്പോരുന്നു. സൺഡേ സ്കൂൾ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് സൺഡേ സ്കൂൾ നടത്തപ്പെടുന്നു. മിസസ് രാജൻ തോമസ് ഹെഡ് മിസ്റ്ററായി 5 അധ്യാപകരുടെ നേതൃത്വത്തിൽ 11 കുട്ടികൾ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്നു. യുവജന സഖ്യം. ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ഊർജം നൽകുന്നത് യുവജനങ്ങളുടെ പങ്കാളിത്തമാണ്. ക്രിസ്മസ് കരോൾ പ്രോഗ്രാമുകളിലും മറ്റ് ഇടവകയുടെ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമായി പങ്കെടുക്കുന്നു. മിസ് ഡീന ടൈഗർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സേവികാ സംഘം. ഇടവകയിലുള്ള സ്ത്രീ സമൂഹം മാസത്തിൽ ഒരു ഞായറാഴ്ച പള്ളിയിലും ഒരു ഞായറാഴ്ച ഭവനങ്ങളിലും കൂടി വരുന്നു. ഇടവകയിൽ ഫുഡ് സെയിലും പാചക ശുശ്രൂഷയിലും സഹായിക്കുന്നു. മിസസ് ജിജി ദാസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഗായക സംഘം. ഇടവകയുടെ ശുശ്രൂഷകൾക്ക് മാറ്റി പകരുന്നത് ഗായക സംഘമാണ്. ഗാന ശുശ്രൂഷകൾ നടത്തിയും കരോൾ, ഭാഷാ ശുശ്രൂഷകൾ എന്നിവ അനുഗ്രഹമാക്കുവാൻ ഇവർ സഹായിക്കുന്നു. സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്. 25 ജൂൺ മാസം മുതൽ സീനിയർ സിറ്റിസൺ സംഘമായി പ്രവർത്തനം ആരംഭിച്ചു. ജോർജ് ടൈറ്റസ്, മിസസ് ഏലിയമ്മ മാത്യു കൺവീനേഴ്സ് ആയി സേവനം അനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മകൾ. സന്നദ്ധ സുസൈഡ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നെഹ്റു നഗർ,
സംഘടന ഏരിയകളിൽ ഓരോ ആഴ്ച ഇടവിട്ട് നടത്തപ്പെടുന്നു. നെഹ്റുനഗർ ഏരിയ പ്രാർത്ഥനകൾ വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ഭവനങ്ങളിൽ നടത്തി വരുന്നു. മിസ്റ്റർ ഒ.ജി. തോമസ് കൺവീനറായി പ്രവർത്തിക്കുന്നു. സംഘടന ഏരിയ പ്രാർത്ഥനകൾ വെള്ളിയാഴ്ച വൈകിട്ട് 7:30 നടത്തപ്പെടുന്നു. മിസ്റ്റർ സുനിൽ ജോൺ കൺവീനർ ആയി പ്രവർത്തിക്കുന്നു. നാളിതുവരെ നമ്മുടെ ഇടവകയിൽ 20 അച്ഛന്മാർ സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ റൈറ്റ് റെവറൻഡ് മെർവിൻ ജോയ് മാത്യു അച്ഛൻ ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഇടവകയിൽ 33 കുടുംബങ്ങളുണ്ട്. ഇടവകയുടെ പ്രവർത്തന ആരംഭം മുതൽ നാളിതുവരെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ലഭിച്ച നേതൃത്വത്തിനും ഇടവക അംഗങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഒരു ആരാധനാ സമൂഹത്തിന്റെ ചൈതന്യവും തനിമയും ഉത്തരവാദിത്തങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കരുണാവനായ ദൈവം സഹായിച്ചു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കാലത്തിനും ദേശത്തിനും അനുഗ്രഹമായി തുടരാൻ ദൈവനാമവരെയും അനുഗ്രഹിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ ഇടവകയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി സെക്രട്ടറി.